ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേനയ്ക്കെതിരെ വിമർശനമുന്നയിച്ച സിപിഐ രാഷ്ട്രീയ റിപ്പോർട്ട്. തുടർ ഭരണത്തിൽ സർക്കാരിന് ജനങ്ങൾക്കിടയിൽ കാര്യമായ മേൽക്കൈ നേടാനായിട്ടില്ല. പോലീസ് നടപടികൾ രൂക്ഷ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത്. പാർട്ടിയുടെ മന്ത്രിമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും രാഷ്ട്രീയ റിപ്പോർട്ട്. സർക്കാരിന്റെ മദ്യ നയത്തിനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ വിശദവിവരങ്ങളുമായി ചേർന്നു. ശ്യാം, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? ആലപ്പുഴയിൽ തുടരുകയാണ്. ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ അവസാനിച്ചിരിക്കുന്നു. ഇനിയാണ് ഈ സംഘടനാ റിപ്പോർട്ടും രാഷ്ട്രീയ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുക. ഈ അവതരിപ്പിക്കാൻ പോകുന്ന സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ഈ ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേനയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന്റെ നടപടികൾ സർക്കാരിന് കളങ്കമുണ്ടാക്കുന്നു. നിലവിൽ ഈ തുടർഭരണമാണ് എങ്കിൽ പോലും ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന് കൂടുതൽ നല്ല രീതിയിൽ മേൽക്കൈ നേടാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സിപിഐയുടെ 4 മന്ത്രിമാരെക്കുറിച്ചും റിപ്പോർട്ടിൽ പ്രശംസ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് കെ രാജൻ്റെ പ്രവർത്തനങ്ങളാണ്. ഈ വയനാട്ടിലെ പട്ടയ വിഷയം ഉൾപ്പെടെയുള്ള പരിഹരിക്കാൻ രാജനായി എന്നും അതോടൊപ്പം തന്നെ 2 നിയമങ്ങൾ നടപ്പാക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാർട്ടിയുടെ ജനപ്രീതി നേടിയെടുക്കാനുമൊക്കെ കഴിഞ്ഞുവെന്നും പറയുന്നു. മറ്റു മന്ത്രിമാർക്കും പ്രശംസ തന്നെയാണ് നിലവിൽ ആ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ ജില്ലാ സമ്മേളനങ്ങളടക്കം മന്ത്രിമാരുടെ പ്രവർത്തനത്തെ വിമർശനങ്ങളും മറ്റുമൊക്കെ ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും നിലവിൽ ഈ സെക്രട്ടറി അവതരിപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ പ്രശംസ തന്നെയാണ്. എന്തായാലും ചർച്ചയിൽ ഇതിനപ്പുറത്തേക്ക് പ്രതിനിധികൾ മന്ത്രിമാർക്കെതിരായ വിമർശനങ്ങളും മറ്റുമൊക്കെ ഉന്നയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കെ ഇസ്മയിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ തന്നെ മറുപടി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് കെ ഇസ്മയിലിൻ്റെ ജ്യേഷ്ഠനും അതോടൊപ്പം തന്നെ മകൻ ബൈജുവും ഉൾപ്പെടെ ഈ സമ്മേളനത്തിൻ്റെ ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുകയുണ്ടായി. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അവർ കാണുകയും ചെയ്തതാണ്. ഇന്നലെ പറഞ്ഞത് പാർട്ടിക്ക് താഴെയാണ് എല്ലാവരും എന്ന നിലപാട് തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി അക്കാര്യത്തിലടക്കം വ്യക്തമാക്കിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന സെമിനാറുമുണ്ട് ഇവിടെ.